മാന്യമിത്രങ്ങളെ, ഒരു അനുശോചനം അറിയിക്കാനാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കൂത്താട്ടുകുളത്തു നിന്നും ജോർജ് നെടുമ്പാറയാണ് അനുശോചനം അറിയിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ വേർപാട് നമ്മെല്ലാം ഏറെ വേദനിപ്പിച്ചിരിക്കുകയാണല്ലോ. ഒരു പാതിരാവിൽ മഴ പെയ്യുമ്പോൾ ഒരു കൊച്ചു വിളക്കിൻ്റെ വെളിച്ചം പോലും നമ്മെ അനാഥരാക്കാറുണ്ട്. VS അച്യുതാനന്ദൻ എന്ന മനുഷ്യനിൽ ഞാൻ കണ്ടത് അത്തരത്തിലുള്ള ഒരു മാനവിക തീപ്പൊരിയാണ്. VSൻ്റെ മരണത്തിന് ഒരു സൗന്ദര്യമുണ്ട്. ഒരു പൂമുട്ടോ ആയിരുന്ന അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടെ അതിനെ വിരിയിച്ച് പരിമളം പരത്തി. പിന്നീട് അത് വാടി കൊഴിഞ്ഞു. എത്ര വൻ വൃക്ഷമാണെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നത് സ്വാഭാവികം. മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മരണത്തെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ജനിക്കുക എന്നാൽ മരണത്തിന് വിധിക്കപ്പെട്ടു എന്ന അർത്ഥം ഇവിടെ അനർത്ഥമാകുകയാണ്. VSനെ സ്നേഹിക്കുന്നവർക്ക് ഈ മരണം ഒരു മിസ്സിംഗ് മാത്രമല്ല, ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നന്മകൾ ഓർക്കുന്നതിനോടൊപ്പം 2008 തിരുവനന്തപുരത്ത് വച്ച് ഉണ്ടായ ഹൃദയസ്പർശിയായ ഒരു അനുഭവം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ മകൻ മൈക്കിളിന് ദേശീയ ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയതാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടാനും സംസാരിക്കാനും ഭാഗ്യം ലഭിച്ചത്. മൈക്കിൾ എഴുതിയ കറേജ് എന്ന പുസ്തകവും എൻ്റെ കൈപ്പടയിൽ രചിച്ച ജീവിത വീക്ഷണം എന്ന പുസ്തകവും ഞങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിച്ചു. വില ചോദിച്ചില്ല. അവിടെ നിന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ഇതിൻ്റെ വില എത്രയാണെന്ന്. ഞാൻ വിനയത്തോടെ പറഞ്ഞു 2 പുസ്തകത്തിനും കൂടി 350 രൂപ. അദ്ദേഹം ഒന്നും ചോദിച്ചില്ല, സന്തോഷത്തോടെ തുക നൽകി. ആ ആത്മസ്നേഹം ഇന്നും എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് എനിക്കൊരു പ്രചോദനമായി. അതേ സംഭവം ഞാൻ അന്ന് ഉമ്മൻചാണ്ടി സാറിനോടും നടത്തിയിരുന്നു. അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം പുസ്തകം കക്ഷത്തിൽ വെച്ചുകൊണ്ട് തിരക്ക് പിടിച്ചങ്ങോട്ട് പോയി. കൂടെ ചെന്നപ്പോൾ ഈ പുസ്തകത്തിൻ്റെ വില 350 രൂപയാണെങ്കിൽ ഞാൻ 3500 രൂപ തരാമെന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയൊരു പ്രചോദനമായി. അത് വലിയ കാര്യം തന്നെയാണ്. ഇരുവരുടെയും പ്രതികരണത്തിൽ ഞാൻ കണ്ടത് അവരുടെ ഹൃദയമാണ്. ഒരാളെയല്ല, ഒരാളുടെ നിലയല്ല, മനുഷ്യ സ്നേഹമാണ് അളവുകോൽ എന്നവർ തെളിയിച്ചു. പ്രിയ അച്യുതാനന്ദൻ സാറേ, അങ്ങൊരിക്കലും പോകുന്നില്ല. ഓരോ മനുഷ്യ മൂല്യത്തിലും സമീപനത്തിലും താങ്കളെ വീണ്ടും ഞങ്ങൾ കാണും. താങ്കളുടെ സചേതനമായ വ്യക്തിത്വ പ്രതിഭ ഒരിക്കലും നശിക്കില്ലാതെ മങ്ങുകയുമില്ല. അങ്ങയുടെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും സമീപന രീതികളെല്ലാം എന്നും ഞങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് നാം ഡൽഹിയുടെ പേരിലും NS ബുക്സിൻ്റെ പേരിലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.